ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരൊറ്റ ടോപ്പിക്കിനെ കുറിച്ചാണ്. ഗെയിം തിയറിയെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഗെയിം തിയറി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 3 മാർക്സിനൊക്കെ ചോദിക്കാം, വാട്ട് ഈസ് ഗെയിം തിയറി എന്ന് ചോദിക്കാം. ഗെയിം തിയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ച് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു വിഷയമാണ്. ഇതിൽ പ്രധാനമായിട്ടും എന്തിനെക്കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നറിയോ, ഒരു ആക്ഷൻ വരുന്ന സമയത്ത് എല്ലാവരെയും കൂട്ടിച്ചേർത്തിക്കൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് പരസ്പരം എല്ലാ അംഗങ്ങളും തമ്മിലൊരു സ്ട്രാറ്റജിക് ഇൻട്രാക്ഷൻസ് അവിടെ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അവർ പരസ്പരം അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ നടത്തുന്നത്? ദ ഔട്ട്കം ഫോർ ഈച്ച് പാർട്ടിസിപ്പൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്ഷൻ ഓഫ് ഓൾ ഇൻവോൾവ്ഡ്. ഇവിടെ എല്ലാവരും ചേർന്നെടുക്കുന്ന തീരുമാനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഓരോ പാർട്ടിസിപ്പൻസിനും അവരുടെ ഔട്ട്കം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനം എടുത്താൽ അവിടെ പ്രശ്നമാവും. എല്ലാ ആളുകളും ഉണ്ടേനും അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അതിനോടനുസരിച്ചായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജിക് ഇൻട്രാക്ഷൻ നടത്തുന്നതിനെയാണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടൊരു ടൂളാണ്. കൃത്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഓരോ ആളുകളും ഡിസിഷൻസ് പല സിറ്റുവേഷനിലും അവരുടെ ഔട്ട്കം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണത്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ചോയ്സ് ഉണ്ടാവുക. പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ബെനിഫിറ്റ് ആവുന്ന രീതിയിലൊരു തീരുമാനം പല സിറ്റുവേഷനിലും എങ്ങനെ ഡിസിഷൻസ് എടുക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ ടൂള് തന്നെയാണ് ഗെയിം തിയറി. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ഒരു കളിയുടെ രൂപത്തിലാണ്, അല്ലെങ്കിൽ കളി എങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഔട്ട്കം ഉണ്ടാവിരിക്കുക. അപ്പോൾ ഈ ഒരു ഗെയിം തിയറിയിൽ അപ്പോൾ 3 മാർക്സിന് എന്തായാലും അത് നോട്ട് ചെയ്തോളാം. അപ്പോൾ ഗെയിം തിയറി എന്ന് പറഞ്ഞാൽ ഹൗ ആൻഡ് വൈ ഇൻഡിവിജ്വൽസ് ആൻഡ് എൻറ്റിറ്റീസ് മേക്ക് ഡിസിഷൻ അബൌട്ട് ദെയർ സിറ്റുവേഷൻസ്. ഓരോ വ്യക്തികളോ സ്ഥാപനങ്ങളോ അവരുടെ സിറ്റുവേഷനോടനുബന്ധിച്ച് എങ്ങനെ ഡിസിഷൻസ് എടുക്കുന്നു എന്നതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യലാണ് ഗെയിം തിയറിയിൽ പറയുന്നത്. ഗെയിം തിയറിയിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന കുറച്ച് ടേമുകളുണ്ട്. 6 മാർക്കിനൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ വാട്ട് ആർ ദ ടൂൾസ് യൂസ്ഡ് ഇൻ ഗെയിം തിയറി. ഒന്ന് ഗെയിമാണ്. ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? എനി സെറ്റ് ഓഫ് സർക്കംസ്റ്റൻസസ് ദാറ്റ് ഹാസ് റിസൾട്ട് ഡിപ്പെൻഡ് ഓൺ ദ ആക്ഷൻസ് ഓഫ് 2 or more ഡിസിഷൻ മേക്കേഴ്സ്. 2-3 ആളുകളുടെ തീരുമാനം കൊണ്ട് എങ്ങനെയാണോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ സർക്കംസ്റ്റൻസിനെ ഒരുക്കി വയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് ഗെയിം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് സർക്കംസ്റ്റൻസസ്, ഒരു കൂട്ടം പരിതസ്ഥിതികൾ അല്ലേ, അതിൽ റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അവിടെയുള്ള 3-4 ആളുകൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ആ ഒരു സർക്കംസ്റ്റാൻസസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതിനെയാണ് ഗെയിം എന്ന് പറയുന്നത്. ആ സിറ്റുവേഷനാണ് ഗെയിം എന്ന് പറയുന്നത്. പിന്നെ അതിൽ ആരുണ്ടാവും? പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും. പ്ലേയേഴ്സ് പറഞ്ഞാൽ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ, ഫേമിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ഡിസിഷൻ മേക്കേഴ്സ്. സ്ട്രാറ്റജി എന്ന് പറയുമ്പം ഇവരെന്താ ചെയ്യുന്നത്? എല്ലാ ആളുകൾക്കും സ്ട്രാറ്റജി പറഞ്ഞാൽ കംപ്ലീറ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ എ പ്ലെയർ വിൽ ടേക്ക് ഗിവൺ സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് ദാറ്റ് മൈറ്റ് അറൈസ് വിത്തിൻ ദ ഗെയിം. ഗെയിം കളിക്കാൻ തുടങ്ങുമ്പം അതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകില്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ ഓരോ പ്ലെയറും എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് പ്ലാനിനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ പ്ലെയറും ആ ഒരു ഔട്ട്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് എന്താണോ റിസീവ് ചെയ്തത് അതിനെയാണ് പേ ഔട്ട് എന്ന് പറയുന്നത്. വാട്ട് എ പ്ലെയർ റിസീവ്സ് ഫ്രം അറൈവിങ് അറ്റ് എ പെർട്ടിക്കുലർ ഔട്ട്കം. ആ ഒരു പ്രത്യേക ഔട്ട്കം അറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് എന്താണോ ഒരു പ്ലെയർക്ക് റിസീവ് ചെയ്തത് അതിനെയാണ് പേ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേ ഔട്ടിന് 2 തരത്തിൽ നമുക്ക് പേ ഔട്ട് കിട്ടി പറയാം. ക്വാണ്ടിഫൈ ചെയ്യുന്ന ഫോമിലും ആവാം, അല്ലെങ്കിൽ മണി ടു യൂട്ടിലിറ്റി ഫോമിലും ആവാം. ക്വാണ്ടിഫൈ ചെയ്യുക പറഞ്ഞാൽ കറക്റ്റ് പൈസ ആയിട്ട് തന്നെ കിട്ടുക. മറ്റേത് പറഞ്ഞാൽ പൈസയ്ക്ക് പകരം നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റുകളായിരിക്കും കിട്ടുക. അപ്പോൾ 2 തരത്തിൽ പേ ഓഫ് ചെയ്യാം. പിന്നെ ഇൻഫർമേഷൻ സെറ്റാണ്. ഇൻഫർമേഷൻ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ ഗെയിമിൻ്റെ ഓരോ പോയിന്റ് എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഇൻഫർമേഷൻസ്, അതിനാണ് ഇൻഫർമേഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സീക്വൻഷ്യൽ കോമ്പോണൻറ്റ് വരുന്ന സമയത്താണ്. ഗെയിം കളിക്കുന്ന സമയത്ത് ഓരോ പോയിന്റ് എത്തുമ്പോൾ ഇന്ന കാര്യങ്ങൾ എടുത്താൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ സെറ്റ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് പ്ലെയേഴ്സ് ഹാവ് മേഡ് ദെയർ ഡിസിഷൻ ആൻഡ് ഔട്ട്കം ഈസ് റീച്ച്ഡ്. എല്ലാ പ്ലെയേഴ്സും ഡിസിഷൻ എടുക്കുന്നതും അവരുടെ ഔട്ട്കം റീച്ച് ചെയ്യുന്നതും ഏത് പോയിന്റിലാണോ അതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഗെയിം തിയറി എന്താ നോക്കുക, അതിലുപയോഗിക്കുന്ന ടേമുകൾ എന്താ നോക്കുക. പിന്നെ ഗെയിം കളിക്കാൻ തുടങ്ങുകയാണെന്ന് വെച്ചാൽ അതിൽ വരുന്ന ഒരു ഇതാണ് സിംഗിൾ മൂവ് ഗെയിം എന്ന് പറയുന്നത്. സിംഗിൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റയ്ക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഗെയിം തിയറിയിൽ സിംഗിൾ മൂവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര കളിക്കാരുണ്ടോ അവരെല്ലാവരും ഒരു തീരുമാനം ഒറ്റ അടിക്ക് തന്നെ, അതായത് അറ്റ് വൺസ്
ഒപ്പം തന്നെ എല്ലാവരും ഒരേ തീരുമാനം എടുക്കുകയാണെങ്കിൽ വേറൊരു റൗണ്ടിലേക്ക് പോവുക, വേറൊരു ഓപ്പർച്യൂണിറ്റി നോക്കുക, അല്ലെങ്കിൽ അവരുടെ ചോയ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഒന്നും നോക്കാതെ എല്ലാവരും കണ്ണും പൂട്ടി യെസ് എന്ന് പറയുന്ന ഒരു സാഹചര്യം, അതിനാണ് സിംഗിൾ മൂവ് എന്ന് പറയുന്നത്. വേർ പ്ലെയേഴ്സ് മേക്ക് ദർ ഡിസിഷൻ അറ്റ് ഓൾ അറ്റ് വൺസ്. സഡനായിട്ട് എല്ലാവരും ഒരേ തീരുമാനം പറയാം. ഈ ഗെയിംസിൽ എവ്രി വൺ മേക്ക് ദെയർ ഡിസിഷൻ സൈമൾട്ടേനിയസ്ലി. ഓരോരുത്തരും അവരവരുടെ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? അറ്റ് എ ടൈമാണ്. ആൻഡ് ദ ഔട്ട്കം ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ഈച്ച് പ്ലെയർ ചൂസസ്. ഓരോ പ്ലെയറും എന്താണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഔട്ട്കം ഉണ്ടായിരിക്കുക. അവരെന്ത് തീരുമാനമാണോ എടുത്തത് അതിനനുസരിച്ചായിരിക്കും അവരുടെ ഔട്ട്കം ഉണ്ടാവുക. പക്ഷേ അതൊന്നും നോക്കാതെ കണ്ട് എല്ലാവരും ഒരേ സമയത്ത് തീരുമാനം എടുക്കുന്നതിനാണ് സിംഗിൾ മൂവ് ഗെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു പോലീസ് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് 2 പേരെയും 2 റൂമിലാക്കി. എന്നിട്ട് ഓരോ ആളുകളെ പോയി കണ്ടിട്ട് ഇൻഡിവിജ്വലി അവരോട് ഓഫർ കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ 2 പേരും ഇപ്പോൾ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം ജയിൽ ശിക്ഷയെ കിട്ടുള്ളൂ പറയും. അല്ലെങ്കിൽ പറയണ ഒരാൾ കുറ്റം സമ്മതിച്ചു, മറ്റേ ആൾ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ആദ്യത്തെ ആൾക്ക് 1 വർഷവും രണ്ടാമത്തെ ആൾക്ക് 5 വർഷവും കിട്ടുമെന്ന് പറയും. അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾ കൺഫസ് ചെയ്തു, ആദ്യത്തെ ആൾ കൺഫസ് ചെയ്തില്ലെങ്കിൽ ആദ്യത്തെ ആൾക്ക് 5 വർഷവും മറ്റേ ആൾക്ക് 2 വർഷവും കിട്ടുമെന്ന് പറയും, 1 വർഷം കിട്ടുമെന്ന് പറയും. ഇനി 2 പേരും കുറ്റം സമ്മതിച്ചിട്ടില്ലെങ്കിലോ 2 പേർക്കും 2 വർഷമാണ് ജയിലിൽ ശിക്ഷ കിട്ടുക എന്ന് പറഞ്ഞു. ഇതാണ് പോലീസ് കൊടുത്ത ഓഫർ. പക്ഷെ എന്താ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും പ്രതികളാണ്. പക്ഷേ 2 പേരെയും 2 റൂമിലാക്കിയതുകൊണ്ട് അവർ പരസ്പരം കാണുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരു തീരുമാനം അവർക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. കാരണം ഓരോ റൂമിൽ പോയിട്ട് ഓരോരുത്തരോട് സെപ്പറേറ്റ് ഈ ഓഫർ കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയെങ്കിൽ 2 പേർക്കും കൂടി ആലോചിച്ചൊരു തീരുമാനം എത്തായിരുന്നു. ഇതിപ്പോൾ ഞാനൊരു തീരുമാനം പറഞ്ഞാൽ ചിലപ്പം അയാളെ അത് ചതിക്കുന്നതിന് തുല്യമാവുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമാണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ സിംഗിൾ മൂവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊന്നും ആവശ്യമില്ലാതെ ഒറ്റയടിക്ക് 2 കൂട്ടരും എല്ലാ കളിക്കാരും ഒരേ സമയം തന്നെ ഒരേപോലത്തെ തീരുമാനത്തിൽ സൈമൾട്ടേനിയസ് ആയിട്ട് തീരുമാനം എടുക്കുന്നതാണ് സിംഗിൾ മൂവ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ എന്താ വെച്ചാൽ പ്രിസണേഴ്സിനെ സംബന്ധിച്ചോളം ഒരു കൺഫ്യൂഷനിൽ എത്തി നിൽക്കുകയാണ്. 2 പേർക്കും ബെസ്റ്റായിട്ടൊന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ. പക്ഷേ അവർക്ക് പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുക്കുന്ന ഒരു തീരുമാനം മറ്റൊരാൾക്ക് കൂടി ദോഷമായി മാറുമോ എന്നൊരു പേടിയാണ് അവിടെ വരുന്നത്. അതാണ് സിംഗിൾ മൂവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാഷ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. നാഷ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഔട്ട്കം റീച്ച്ഡ്. എന്താണോ അവരുടെ റിസൾട്ട് ഉണ്ടായിരുന്നു ആ റിസൾട്ടിലേക്ക് റീച്ച് ചെയ്യുക. ഒരു വട്ടം അവർ ആ ഔട്ട്കം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലെയേഴ്സ് ഒരിക്കലും അവരുടെ ഡിസിഷൻസ് ഒരുമിച്ചെടുത്തുകൊണ്ട് പേ ഓഫ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഒരു പ്ലെയറും അവരുടെ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡിസിഷനെ മാറ്റിക്കൊണ്ടിരിക്കില്ല, അസ്യൂമിങ് അതേഴ്സ് ഡിസിഷൻ റിമെയിൻ ദ സെയിം. കാരണം ഓരോരുത്തരും ഓരോ തവണ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അവരുടെ പേ ഓഫ് കൂട്ടുക എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ തീരുമാനം ഒരിക്കലും ഇവിടെ പ്ലെയർ എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ് നാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കാരണം മറ്റുള്ളവർ ആ തീരുമാനമായിട്ട് ഉറച്ചു പോകുമ്പോൾ നമ്മൾ മാത്രം ഇടയിൽ തീരുമാനം മാറ്റിക്കൊണ്ട് നമ്മുടെ ഔട്ട്കമ്മിനെ ഇമ്പ്രൂവ് ചെയ്യാനൊന്നും അവിടെ പറ്റാത്തൊരു കണ്ടീഷനെയാണ് നാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ ഒരു 3 മാർക്കിന് ചോദിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഗെയിം തിയറി എന്താണെന്ന് പഠിച്ചു വെച്ചോളൂ. നാഷ് ഇക്വിലിബ്രിയമാണ് പിന്നെ പഠിക്കുക. പിന്നെ മൾട്ടിപ്പിൾ മൂവ് ഗെയിംസാണ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ കേസിൽ സിംഗിൾ മൂവിൽ എങ്ങനെയായിരുന്നു, അറ്റ് വൺസ് ആണ്. അതായത് ഒറ്റയടിക്കാണ് എല്ലാവരും ഒരേ തീരുമാനത്തിലേക്ക് വന്നത്. പക്ഷേ മൾട്ടിപ്പിൾ ആകുമ്പോൾ എന്താ, അങ്ങനെ ഒറ്റയടിക്കൊന്നും എല്ലാവർക്കും തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഓരോ റൗണ്ട് കഴിഞ്ഞാൽ സീരിയസ് ആയി ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അടുത്ത തീരുമാനം വരുന്നത്. അപ്പോൾ അവിടെ പ്ലേയേഴ്സൊക്കെ അവരുടെ തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണോ ആ ഓരോ റൗണ്ടിൽ എന്താണോ അവർക്ക് ആവശ്യം അതിനനുസരിച്ചാണ് അവർ ആ തീരുമാനം എടുക്കുന്നത്. ഗെയിമാണെന്ന് വെച്ചാൽ കൂടുതൽ കോംപ്ലക്സ് ആവും. ബിക്കോസ് പ്ലേയേഴ്സ് ക്യാൻ റിയാക്ട് ടു ഈച്ച് അതേഴ്സ് പ്രീവിയസ് മൂവ്സ്. മുന്നേ എന്താണോ ഓരോരുത്തരെടുത്ത തീരുമാനം അതിനനുസരിച്ചായിരിക്കും പിന്നത്തെ റൗണ്ട് വരുമ്പം അടുത്ത ആൾ തീരുമാനം എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഗെയിം ഒന്നുകൂടി കോംപ്ലക്സ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സ്ട്രാറ്റജികൾ, നയങ്ങൾ കൊണ്ടുവരേണ്ടി വരും. കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ട് മാറും. അതൊക്കെയാണ് മൾട്ടിപ്പിൾ മൂവ് ഗെയിംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചെസ്സൊക്കെയാണ് മൾട്ടിപ്പിൾ മൂവ് ഗെയിം എന്ന്. അപ്പോൾ ചെസ്സിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലെയേഴ്സ് അവരുടെ ടേൺസ് എങ്ങനെ മേക്കിംഗ് മൂവ്സ് ഒക്കെ ഈച്ച് മൂവ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രീവിയസ് വൺ. നമ്മുടെ മുന്നേ കളിച്ച ആളുടെ നീക്കങ്ങൾക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ അപ്പം തീരുമാനം എടുത്തിട്ട് അയാളെ വെട്ടിക്കാൻ വേണ്ടി അടുത്ത തീരുമാനം നമ്മൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും പ്ലെയേഴ്സ് എന്താ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ റെസ്പോണ്ട് ചെയ്യാന്ന് നോക്കിയിട്ടാണ്
നമ്മൾ ഓരോ നീക്കങ്ങളും നടത്തുക. ഇതിനെയാണ് മൾട്ടിപ്പിൾ മൂവ് ഗെയിംസ് എന്ന് പറയുന്നത്, മൂവ് ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ചെസ്സ് ഓർത്ത് വെച്ചാൽ മതി. ആദ്യത്തെ കാലങ്ങളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്ലേയേഴ്സ് മൈറ്റ് ഫോക്കസ് ഓൺ കൺട്രോളിങ് ദ സെൻറ്റർ ഓഫ് ദ ബോർഡ് ആൻഡ് ഡെവലപ്പിംഗ് ദെയർ പീസസ്. ആദ്യത്തെ കാലങ്ങളിലൊക്കെ കളിക്കുന്ന സമയത്ത് ഓരോരുത്തരും അവനവൻ്റെതായ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരികയായിരുന്നു. അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്ട്രാറ്റജി അവിടെ യൂസ് ചെയ്യും. നമ്മുടെ എതിരാളികളെ എങ്ങനെ നമുക്ക് വീഴ്ത്താൻ പറ്റും അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഐഡിയാസ് കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ മൾട്ടിപ്പിൾ മൂവ് ഗെയിംസിൻ്റെ കീ കൺസെപ്റ്റ് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ട് സ്ട്രാറ്റജിയാണ്. പിന്നെ ബാക്ക്വേർഡ് ഇൻഡക്ഷൻ എന്ന് പറയും, റിപ്പീറ്റഡ് ഗെയിം എന്ന് പറയും. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്പിൾ മൂവ് ഗെയിംസിൽ കൃത്യമായൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഫോളോ ചെയ്യേണ്ടി വരും. എല്ലാ മൂവ്സ് നടത്തുമ്പോഴും ഓരോ തരത്തിലും വളരെ ബുദ്ധിപൂർവ്വം വേണം കളിക്കേണ്ടി വരിക. കാരണം എങ്ങനെയാണ് ആ ഗെയിം അൺഫോൾഡ് ചെയ്ത് പോവുകയെന്ന് പറയാൻ പറ്റില്ല. അതിനനുസരിച്ചായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ബാക്ക്വേർഡ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫൈൻഡ് ദ ഓപ്റ്റിമൽ സ്ട്രാറ്റജി ഇൻ എ ഗെയിം വെർ പ്ലേയേഴ്സ് മേക്ക് മൾട്ടിപ്പിൾ മൂവ്സ്. അവിടെ കളിക്കുന്ന കളിക്കാർ പലതരത്തിൽ മൂവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു ഓപ്റ്റിമൽ സ്ട്രാറ്റജി എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അതിനാണ് ബാക്ക്വേർഡ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. കാരണം ലുക്കിംഗ് എഹെഡ് ടു ദ എൻഡ് ഓഫ് ദ ഗെയിം, അതായത് എപ്പോൾ ഈ കളി കഴിയും എങ്ങനെയായിരിക്കും നമ്മൾ മുൻകൂട്ടി കാണുക. വർക്കിംഗ് ബാക്ക്വേർഡ് ടു ഡിറ്റർമിൻ ദ ബെസ്റ്റ് സ്ട്രാറ്റജി, എങ്ങനെയായിരിക്കണം ഈ ഗെയിമിൻ്റെ അവസാനം എന്ന് കാണും വേണം. അതേപോലെ തന്നെ അതിലേക്ക് എത്താൻ നമ്മൾ പിന്നിൽ ഇരുന്നുകൊണ്ട് സ്ട്രാറ്റജി ഏറ്റവും നല്ലത് ഡിറ്റർമിൻ ചെയ്യുകയും വേണം. ഇതിന് അതായത് കോമൺ ഡെസിഷൻ മേക്കിംഗ് സിറ്റുവേഷനാണ്. ഓക്കെ, അതാണ് ബാക്ക്വേർഡ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ. റിപ്പീറ്റഡ് ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം മൾട്ടിപ്പിൾ മൂവ് ഗെയിംസ് ഇൻവോൾവ് ദ സെയിം പ്ലെയേഴ്സ് ഇൻട്രാക്ടിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ചില ഗെയിംസിൽ എങ്ങനെയാ വെച്ചാൽ എത്ര കളിക്കാരുണ്ടോ അവരെല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ടാണ് വീണ്ടും വീണ്ടും ഓരോ മൂവ് നടത്തുന്നത്. ഇപ്പോൾ രണ്ട് കമ്പനീസ് പരസ്പരം കോമ്പീറ്റ് ചെയ്യണം മാർക്കറ്റിൽ വർഷങ്ങളായിട്ട്. പിന്നെ അവർക്ക് തോന്നുകയാണ് നല്ല രീതിയിലൊരു റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്ട്രാറ്റജി മൈറ്റ് ചേഞ്ച് ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് ഇൻട്രാക്ഷൻസ്. മുന്നേ അവരെന്തൊക്കെ നടത്തിയിട്ടുണ്ടോ അതിൻ്റെ ബേസിസിൽ അവരുടെ നയങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്ന് അവർക്ക് തോന്നുക. അപ്പോൾ ഈ കളിയിൽ അവർക്ക് തോന്നുക കോപ്പറേഷൻ ഓർ കോമ്പറ്റീഷൻ ക്യാൻ എമേർജ് ബേസ്ഡ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് ദ റിലേഷൻഷിപ്പ്. അവരുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നോ അതിനനുസരിച്ചായിരിക്കും അവർ തമ്മിൽ കോപ്പറേറ്റ് ചെയ്ത് പോകണോ അതോ കോമ്പറ്റ് ചെയ്ത് പോകണോ എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നത്. അതാണ് റിപ്പീറ്റഡ് ഗെയിംസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ടോപ്പിക്ക് പറയുന്നത് ഡിഫറൻസ് ആണ്. സിംഗിൾ മൂവും മൾട്ടിപ്പിൾ മൂവും തമ്മിൽ ഡിഫറൻസാണ്. ഒന്നാമത്തെ ഡിഫറൻസ് ടൈം എലമെൻറ്റാണ്. സിംഗിൾ മൂവ് എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ് വൺസ് ഒരേ ടൈമിലാണ് എല്ലാവരും ഒരേ തീരുമാനത്തേക്ക് എത്തുന്നത്. പക്ഷേ മൾട്ടിപ്പിൾ ഗെയിംസിൽ എങ്ങനെയാണ്, ഓരോരുത്തരും അവനവൻ്റെ റൗണ്ട് വരുന്ന സമയത്താണ് ഡിസിഷൻ എടുക്കുന്നത്. സ്ട്രാറ്റജി കോംപ്ലക്സിറ്റി ഏറ്റവും കൂടുതൽ മൾട്ടിപ്പിളായിരിക്കും. സിംഗിൾ മൂവ് ഗെയിംസിൽ സാധാരണ സിമ്പിളായിട്ടുള്ള ചോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇതിൽ കുറച്ചും കൂടിയിട്ട് എന്താണ്, മൾട്ടിപ്പിൾ മൂവ് ഗെയിംസിൽ കുറച്ചും കൂടി ഓൺ ഗോയിങ്, ആ കളി നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെയാണ് അവിടെ പ്ലാനിങ് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എന്താണോ ആ കളിയിൽ സംഭവിക്കുന്നത് അത് നോക്കിയിട്ട് മാത്രമേ, അല്ലാതെ മുൻകൂട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഔട്ട്കം ഡിപ്പെൻഡൻസ് പറഞ്ഞാൽ മൾട്ടിപ്പിൾ മൂവ് ഗെയിംസിൽ ഔട്ട്കം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ട് മൂവിനെ മാത്രമല്ല ഹോൾ ഹിസ്റ്ററി എന്തായിരുന്നു ആ ഗെയിമിൻ്റെ അതിനെ കൂടി അല്ലെങ്കിൽ ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷനും കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ സിംഗിൾ മൂവ് ഗെയിംസ് ആവുമ്പം ഔട്ട്കം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കറണ്ട് മൂവ് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ ബേസിൽ മാത്രമായിരിക്കും അതിൻ്റെ ഔട്ട്കം ഉണ്ടായിരിക്കുക. പക്ഷേ മൾട്ടിപ്പിൾ ആവുമ്പം നിങ്ങൾ അപ്പം ചെയ്തതും ഉണ്ടാവും, ഒപ്പം തന്നെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, ഗെയിമിൻ്റെ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഔട്ട്കം ഉണ്ടാവുക. ഇത്രയാണ് ഗെയിം തിയറിയിൽ പറയാനുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് ഗെയിം തിയറി എന്താ നോക്കുക, നാഷ് ഇക്വിലിബ്രിയം നോക്കുക, സിംഗിളും ഡബിളും എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ ഗെയിം തിയറി എന്താണെന്ന് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ്. എന്തായാലും വലിയ കുഴപ്പമുള്ളൊരു ടോപ്പിക്കൊന്നല്ല, ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ 3rd ചാപ്റ്ററും കൂടിയിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ഒരു ദിവസത്തിൽ എന്തായാലും നമുക്ക് 4th ചാപ്റ്ററും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ 3 ചാപ്റ്റേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓരോരോ ടോപ്പിക് വൈസായിട്ടാണ് ഓരോ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിച്ച് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക. ഓക്കെ, താങ്ക് യു.